ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ? ഗാഢമായി ചിന്തിച്ച് മധുരോദമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. ഇങ്ങനെയാണ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന പുസ്തകം അവസാനിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് വെച്ചാൽ, കേശവൻ നായർ എന്ന കഥാപാത്രത്തിന് സാറാമ്മയോട് തോന്നുന്ന അതിതീവ്രമായ അനുരാഗമാണ്. ഈ കഥയെ വളരെ ലളിതമായിട്ടാണ് ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ കഥ തുടങ്ങുമ്പോൾ നമ്മൾ പല രീതിയിലും പല ചോദ്യങ്ങളും ഈ പുസ്തകത്തിലുടനീളമുണ്ട്. ഒരാക്ഷേപഹാസ്യം എന്ന് വേണമെങ്കിൽ പറയാം. പുസ്തകത്തിൻ്റെ ഇതിവൃത്തം വളരെ ചെറുതാണ്. പുസ്തകം തന്നെ വളരെ ചെറുതാണ്. ഇതിൽ പരാമർശിക്കുന്നത് അന്യമതസ്ഥരായ 2 പേരുടെ പ്രണയവും അവരുടെ ലളിതമായ സംഭാഷണവും മാത്രമാണ്. 2 വ്യക്തികൾ പ്രണയത്തിലായിരിക്കുമ്പോൾ അവരുപയോഗിക്കുന്ന മധുരമായ വാക്കുകൾ, ആ വാക്കുകൾ മൂന്നാമതെത്തുമ്പോൾ മാത്രമാണ് അത് വേറൊരാൾക്ക് അരോചകമായി തോന്നുന്നതെന്നും 2 വ്യക്തികൾക്കിടയിൽ ആ പ്രണയം വളരെ മനോഹരമാണെന്നും കൂടി കഥാകൃത്ത് നമ്മളെ കാണിക്കുന്നുണ്ട്. ജീവിതം യൗവന തീക്ഷ്ണവും പ്രേമസുരഭിലവുമായിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിന് മധുരം പകരാൻ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ലെന്ന് കൂടി ബഷീർ ഇതിൽ കൂട്ടിച്ചേർക്കുന്നു. കൂടാതെ ഒരുപാട് പുതിയ പുതിയ വാക്കുകൾ നമുക്ക് ഈ പുസ്തകത്തിലൂടെ പരിചയപ്പെടുകയും ചെയ്യാം. ബഷീർ കൃതികൾ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് തന്നെയാണ്. കാരണം ഒരുപാട് പുതിയ വാക്കുകൾ പരിചയപ്പെടാം, വളരെ ലളിതമായ ഭാഷയിൽ വായിക്കാം, പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്നുണ്ടാകും. പുതിയൊരു പുസ്തകവും പുതിയൊരു കഥാകൃത്തുമായി നമുക്ക് വീണ്ടും കാണാം.